ഏകദേശം 1,00,000 രൂപയ്ക്കടുത്ത് കൃത്യമായിട്ട് പറയാനാണെങ്കിൽ 99,999 രൂപ വില വരുന്ന ഒരു മുതലാണിത്. മോട്ടോ റേസർ 60 അൾട്ര. സത്യത്തിൽ ഞാനിതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എങ്കിലും എൻ്റെ ഒരു മടി കാരണം ഏകദേശം 15 ദിവസത്തിന് മുകളിലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു 1,00,000 രൂപയ്ക്കടുത്ത് വില വരുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയേണ്ട ഈ ഒരു ഫ്ലിപ്പ് കുട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. പക്ഷേ ഈ ഒരു കളർ മാത്രമേ ഞാൻ പേരെടുത്ത് പറയുകയുള്ളൂ. ബാക്കി 3 കളേഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ഫോട്ടോ ആയിട്ടും പേര് റൈറ്റ് ചെയ്തും കൊടുക്കുന്നതാണ്. വേറൊന്നുമല്ല, ഞാൻ ഒരു 10-50 ടേക്കിന് മുകളിലെടുത്ത് ഞാൻ തളർന്നിരിക്കുകയാണ്. ഇതെൻ്റെ തലയിൽ കയറാത്ത പേരാണ് ബാക്കി 3 എന്ന് പറയുന്നത്. എനിവേ, ഇതുപോലും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് പാൻറ്റോൺ സ്കറാബ് എന്ന് പറയുന്ന കളറാണ്. അതിൽ തന്നെ അൽക്കന്താര മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ബോർഡർ വശത്തായിട്ട് നമുക്കൊരു ലെതർ ഫിനിഷിങ്ങും ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നമുക്കൊരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജീൻസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് കളേഴ്സിൽ വുഡ് മെറ്റീരിയലും അതുപോലെ തന്നെ വീഗൻ ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം മെറ്റീരിയലാണ്. 7.19 mm ബോഡി തിക്നെസ്സും 199 ഗ്രാമാണ് ബോഡി വെയിറ്റ് വരുന്നത്. സാധാരണ രീതിയിൽ ഫ്ലിപ്പ് സ്മാർട്ട് ഫോണിൽ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് അങ്ങനെ കൊടുക്കാറില്ലെങ്കിൽ ഇതിൽ IP48 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നത്. മുകൾ വശത്തായിട്ട് 2 നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, മോട്ടോയുടെ അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റന്റ് ബട്ടൺ വരുന്നുണ്ട്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സമയം ഒരു നാനോ സിം കാർഡ് പ്ലസ് സിം കാർഡ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഡ്യുവൽ ഇന്റേണൽ മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുക. ഡിസ്പ്ലേ വരുന്നത് മെയിൻ ഡിസ്പ്ലേ 7 ഇഞ്ചിന്റെ ഫോൾഡബിൾ MOLED ഡിസ്പ്ലേയും സെക്കൻഡറി ഡിസ്പ്ലേ 4 ഇഞ്ചിന്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ സെറാമിക് ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും LTPO ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 1 ഹെർട്സ് മുതൽ 165 ഹെർട്സ് എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ 165 എന്ന് പറയുന്ന ചില ഗെയിമുകളിൽ മാത്രമേ സപ്പോർട്ട് ആയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം 120 ഹെർട്സ് എന്നുള്ള രീതിയിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ രണ്ടിലും HDR10+ഉം ഡോൾബി വിഷനും സപ്പോർട്ടാണ്. 10-bit ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിൽ 4500 നിറ്റ്സും സെക്കൻഡറി ഡിസ്പ്ലേയിൽ 3000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിലും നമ്മൾ പുറത്തു പോയാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റർ പോർഷൻ അഥവാ ആ ഒരു ക്രീസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് കാര്യം. കാരണം ഇതിൻ്റെ ആ ഒരു ഹിഞ്ചസിൻ്റെ ഭാഗം മുതൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഷേപ്പ് നോക്കിയാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് കാണുക. ചില ഫോൾഡ് അല്ലെങ്കിൽ ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരല്പം ബെൻഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സാധാരണ നിലയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രീസ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ളതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഡിസ്പ്ലേയിലുള്ളതായിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതായത് ഒന്നാമത് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻ നമുക്കിതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ക്യാമറ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതും അതുപോലെ തന്നെ ചില മിനി ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. നിലവിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള Qualcomm Snapdragon 8 Elite എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 4.32 GHz ക്ലോക്ക് സ്പീഡും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള Adreno 830 എന്ന് പറയുന്ന GPUം അതുപോലെ തന്നെ ബെറ്റർ AI പെർഫോമൻസിനായിട്ട് Qualcomm Hexagonന്റെ NPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് സൈഡിൽ യാതൊരു തരത്തിലുള്ള ആ ഒരു ഡൗട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. നല്ല ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ലാഗിംഗ് ഒന്നും ഇല്ലാതെ നല്ല കിഡിലൻ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടി ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 30 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിലും ഈ ഒരു കുഞ്ഞു ഡിസ്പ്ലേയിലും നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. പക്ഷേ കുഞ്ഞു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു 30 മിനിറ്റോളം ഞാൻ ഗെയിം കളിച്ചപ്പോഴും എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഒരു 38-39 ഡിഗ്രി ആ ഒരു
ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇത്തിരി വാമായിട്ടുള്ള ഒരു ഫീൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ആ ഒരു ഗെയിം കളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് അത് കൂളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 16 GB റാമിൽ 512 GB മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. LPDDR5X റാം ടൈപ്പിൽ UFS ടൈപ്പ് വരുന്ന 4.0 ആണ്. കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 24ഓളം 5G ബാൻഡ്, അതായത് ഈ ഒരു ദുനിയാവിലുള്ള സകല 5G ബാൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടെന്ന് പറയാം. അതേസമയം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് ഈ സിം കാർഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. സെക്കൻഡറി ആയിട്ടുള്ള നാനോ സിം കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. എനിവേ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് വരുന്നത്. വൈഫൈ 7 ഇതിൽ സപ്പോർട്ടാണ്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഹലോ UIയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്ന. മോട്ടോ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബ്ലോട്ടേഴ്സ് ഹാർഡ്വെയർസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മോട്ടോയുടെ ചില ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല മിക്ക AI ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ജെമിനി ഉൾപ്പെടെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മോട്ടോയുടെ തന്നെ ചില AI ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മോട്ടോ AI എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇമേജ് സ്റ്റുഡിയോ പോലുള്ള, അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, സമ്മറൈസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ്, ട്രാൻസ്ലേറ്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ മോട്ടോയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AI ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. ബാറ്ററി വരുന്നത് 4700 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ചില രാജ്യത്തൊന്നും ബോക്സിനകത്ത് ചാർജർ ലഭിക്കുന്നില്ല. 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 5 വാട്ടിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. എനിവേ ഫ്ലിപ്പ് സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു 4700 mAh എന്ന് പറയുന്ന ഒരു ഡീസെന്റ് ബാറ്ററി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഏകദേശം ഒരു ദിവസത്തിനടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബേസും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഇതിൽ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 2D ഫേസ് ലോക്ക് നമുക്ക് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ ഈ ഒരു പ്രൈമറി ഡിസ്പ്ലേയിലും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാപിക്സൽ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയുള്ള 50 മെഗാപിക്സലിന്റെ തന്നെ അൾട്രാ വൈഡ് ലെൻസ്. അതിൽ തന്നെയാണ് നമുക്ക് മാക്രോ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ സാധിക്കുക. സാധാരണ രീതിയിൽ ഞാൻ ഒറ്റ വാക്കിൽ അഭിപ്രായം പറയാറുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്തായാലും ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നില്ല. പകരം ഫ്ലിപ്പ് സ്മാർട്ട് ഫോണുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി റിയർ ക്യാമറയിൽ, മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സിന്റെ കാര്യമാണെങ്കിൽ മിക്ക ഫോട്ടോസും നമുക്കൊരു നാച്ചുറൽ എന്നുള്ള കളർ കാണാൻ സാധിക്കുമെങ്കിൽ ചില ഫോട്ടോസിലൊക്കെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡയറക്റ്റ് പെർഫോമൻസിന്റെ കാര്യമാണെങ്കിലും HDR ഫോട്ടോസിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ നൽകുന്ന നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ് ടു 30x വരെ നമുക്കിതിൽ ഡിജിറ്റൽ സൂം സപ്പോർട്ടാണ്. ഇതിൽ ടെലിഫോട്ടോ ലെൻസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10x വരെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. 30xലൊക്കെ ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള ലെവലിലുള്ള ഒരു പെർഫോമൻസ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസ് ആണ് എടുത്ത് പറയുന്നത്. നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മാക്രോ ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ 50 മെഗാപിക്സലിന്റെ തന്നെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചില ഫോട്ടോസൊക്കെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ മിക്ക ഫോട്ടോസും നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡയറക്റ്റ് പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബൊക്കെ എഫക്റ്റും ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ആ ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ റിയർ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് സെൽഫി ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിയർ ക്യാമറ സെൽഫി ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി സാധാരണ സെൽഫി ഫോട്ടോസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ സാധാരണ ഫ്ലിപ്പ് സീരീസിൽ കാണുന്ന സ്മാർട്ട് ഫോണിന്റെ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരല്പം കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ക്യാമറ പെർഫോമൻസ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്.
8K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് 8K കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഡോൾബി വിഷൻ മോഡ് എനേബിൾ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, അല്ലെങ്കിൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. നല്ല സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. HDR പെർഫോമൻസ് സൂപ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസും നമുക്ക് ഫേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. Razer 60 Ultra'യുടെ പ്രൈസ് ഇന്ത്യയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 16+512GB 99,999 റുപ്പീസ് ആണെങ്കിൽ ഖത്തറിൽ 16+512GB 3,999 ഖത്തറിലാണ് ഒഫീഷ്യലി പ്രൈസ്. എങ്കിലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രൊമോഷൻസും ഓഫേഴ്സും ഖത്തറിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നാണ്. കൂടാതെ തന്നെ പല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്നുമുണ്ട്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഡ്യൂറബിലിറ്റി ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർഡ്വെയറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിലും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ നല്ല കിടിലനായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് സ്റ്റീരിയോ സ്പീക്കറിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു ഫ്ലിപ്പ് സീരീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ബാറ്ററി പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളൊരു ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ തേടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണായിട്ട് തന്നെയാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തോന്നുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സയ്യിദ് ഇർഷാദ്.